നമസ്കാരം. ഒരു നമസ്കാരം തിരിച്ചൊക്കെ ആവാം. എൻ്റെ വീട്ടിലൊന്നും വീഴാനില്ലല്ലോ. അപ്പൊ എന്തൊക്കെയാണ് വിശേഷം? വീട്ടുവിശേഷം എന്താണ്? വോട്ട് വിശേഷം എന്താണ്? കാത്തിരിക്കുകയാണ്. 26 എത്താൻ വേണ്ടി കാത്തിരിക്കുകയാണ് അല്ലേ? എത്രയും വേഗം ഇങ്ങ് എത്തണമെന്ന് ഞാനും വിചാരിക്കുകയാണ്. പക്ഷെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെയൊക്കെ ചിന്തയിൽ പാകി അത് നിങ്ങളുടെ ഹൃദയത്തിനുള്ളിൽ ചർച്ച ചെയ്ത്, നിങ്ങളുടെ ചുറ്റുവട്ടങ്ങളിൽ ചർച്ച ചെയ്ത്, അങ്ങനെ വേണം ഒരു തെരഞ്ഞെടുപ്പ് നടക്കാൻ. സ്ഥാനാർത്ഥികളോ അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളെ മുൻനിർത്തുന്ന രാഷ്ട്രീയ കക്ഷികളോ പറയുന്ന കാര്യങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ ചുറ്റും ജീവിത യാഥാർത്ഥ്യം നിങ്ങൾക്ക് വിളിച്ചോതി തരുന്ന, നിങ്ങളുടെ അനുഭവത്തിൽ കൊണ്ടുവരുന്ന നന്മയും തിന്മയും അനുഗ്രഹങ്ങളും യാതനകളും ഇതൊക്കെയും വിലയിരുത്തണം നിങ്ങൾ. തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരു കൂട്ടത്തിൽ നിന്ന് നിങ്ങൾക്ക് ഉത്തമം, നിങ്ങൾക്ക് ഗുണപ്പെടുന്നത്, നിങ്ങളെ ദ്രോഹിക്കാത്തത്, നിങ്ങളെ ചതിക്കാത്തത്, നിങ്ങളെ വഞ്ചിക്കാത്തത്, നിങ്ങൾക്ക് നന്മ വഴിയെ സഞ്ചരിക്കാനുള്ള അന്തരീക്ഷം എല്ലാ അർത്ഥത്തിലും സൃഷ്ടിക്കുന്നവർ. വ്യവസായങ്ങൾ വളരണം, പുതിയ നവനൂതന സംവിധാനത്തിലുള്ള വ്യവസായ സംരംഭങ്ങൾ വരണം. അതുവഴി നിങ്ങളുടെ വീട്ടിൽ വളർന്നു വരുന്ന കുട്ടികൾക്ക്, അവർക്ക് ജനിക്കാൻ പോകുന്ന മക്കൾക്ക് ഒക്കെ കാലത്തിനനുസൃതമായ, ഭൂമിയുടെ ഒരു ഉൽപ്പന്നത്തിനും ദ്രോഹം ചെയ്യാത്ത ഒരുപാട് വ്യവസായ സംരംഭങ്ങളൊക്കെ വരണം. അപ്പോൾ ഓരോ 5 വർഷവും എന്ന് പറയുന്നത് ഉത്തരവാദിത്വം പേറുന്ന 5 വർഷങ്ങളാണ്. അപ്പോൾ 5 വർഷത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന നിങ്ങളുടെ ജനപ്രതിനിധി എന്ന് പറയുന്നത് ആ ഉത്തരവാദിത്വത്തിൻ്റെ കൊടി വഹിക്കുന്ന തണ്ടാണ്. ആ തണ്ടിൻ്റെ ഉറപ്പ് ആരാണ് വരുത്തേണ്ടത്? ഞാൻ അടക്കമുള്ളവർക്ക് വന്ന് വീരവാദം മുഴക്കാം, അവകാശവാദങ്ങൾ ഉന്നയിക്കാം, അടിച്ചു വീഴ്ത്താൻ വേണ്ടിയും അടിച്ചു മുന്നേറാൻ വേണ്ടിയും എന്തും പറയാം. അതൊന്നുമല്ല നിങ്ങളുടെ ചിന്തയിൽ പാകപ്പെടേണ്ട, വിതയ്ക്കപ്പെടേണ്ട വിത്തുകൾ. നിങ്ങൾക്ക് ചുറ്റും കഴിഞ്ഞ 10 വർഷത്തെ ജീവിതമെടുക്കുക. കേരളത്തിലെ ഏതൊക്കെ രീതിയിൽ നിങ്ങൾക്ക് ചേർന്ന് പോകാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ ഭരണ സംവിധാനമായിരുന്നു നിങ്ങളുടെ ജീവിതത്തിലേക്ക് പകർന്നു തന്നത്? അത് നാശമായാലും അനുഗ്രഹമായാലും ഇതൊക്കെ വിലയിരുത്തണ്ടേ? ആലോചിക്കണ്ടേ? അങ്ങനെയൊക്കെ ആലോചിച്ചാൽ ഇപ്പൊ എങ്ങനെ? ഭയങ്കര സന്തോഷ, നല്ല സന്തോഷ കേരള ഭരണത്തിൽ. അപ്പൊ അല്ലായി. കേരളത്തിലെ ഭരണത്തെ പുറത്താക്കാനും ഒന്നുമുള്ള ഒരു തെരഞ്ഞെടുപ്പല്ല ഈ വരുന്നത്. പക്ഷെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൻ്റെ വിവിധ ലോക്സഭാ മണ്ഡലങ്ങളിൽ താക്കീത് നൽകുന്ന പുതിയ മാറ്റത്തിൻ്റെ വോട്ട് രേഖപ്പെടുത്തപ്പെടണം. അത് മലയാളിയുടെ ഉത്തരവാദിത്വമാണ്. നിങ്ങൾക്ക് ഒരു മാറ്റമുണ്ടാവണം എന്ന വിചാരമുണ്ടെങ്കിൽ ഇനി മാറി മാറി വോട്ട് ചെയ്തിട്ട് കാര്യമില്ല. മാറ്റത്തിൻ്റെ വോട്ട് ചെയ്യണം. എന്തും മാറ്റം കൊണ്ടുവരുന്നതിന് ഏത് തരത്തിലുള്ള വോട്ട് ചെയ്യണം എന്ന് ബുദ്ധിപൂർവം തീരുമാനിക്കണം. അങ്ങനെ വരുമ്പോൾ ചുറ്റുമുള്ള വിഷയങ്ങളൊക്കെ ആലോചിക്കണം. തൃശ്ശൂർക്കാർക്ക് അങ്ങ് ദൂരത്തോട്ടൊന്നും ചിന്ത പായിച്ചു വിടേണ്ട ആവശ്യമില്ല. കരുവന്നൂർ ഒരു വിഷയം എടുത്താൽ പോരെ? നിങ്ങൾക്ക് ഉത്തരം വേണ്ടേ? ഒരു ധനികന്റെയും പണമല്ല. ധനികന്റെ പണമായാലും അതിന് വിലയുണ്ട്. അയാൾ നല്ല
ഒരുപാട് വ്യഥ അനുഭവിച്ച് ഒരുപാട് കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണമായിരിക്കും. അതിനും വിലയുണ്ട്. അന്യന്റെ മുതൽ കക്കുന്നവനെ വെച്ച് പൊറുപ്പിക്കരുത്, അവന്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തെയും വെച്ച് പൊറുപ്പിക്കരുത് എന്ന് കേരളം തീരുമാനിക്കണം. പിടിച്ചു പറിക്കാരന്മാരാവാൻ പാടില്ല രാഷ്ട്രീയക്കാർ. മോദി സർക്കാരിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഖ്യാതിയും അതാണ്. ജനങ്ങളുടെ ജീവിതങ്ങളിലേക്ക് സംഭാവനകൾ മാത്രം നൽകാൻ കഴിയുന്ന ദീർഘവീക്ഷണമുള്ള ഭരണ നൈപുണ്യം. അതെന്ന് ഭാരതം മുഴുവൻ അംഗീകരിക്കുന്നു, ലോകം മുഴുവൻ ആരാധനാപൂർവം അംഗീകരിക്കുന്നു എന്ന് വന്നാൽ ആ നന്മയുടെ എത്ര പങ്കാണ് നമുക്ക് കേരളത്തിലേക്ക് കൊണ്ടുവരാനോ അല്ലെങ്കിൽ വരുത്തുവാനോ സാധിച്ചത്? അതിൻ്റെ അളവ് കുറഞ്ഞു പോയി, നിങ്ങൾക്ക് തൃപ്തിയായില്ലെങ്കിൽ ആ തൃപ്തി വരുത്തുന്നതിന് നിങ്ങളുടെ വോട്ടിംഗ് രീതിയിൽ എന്ത് മാറ്റമാണ് വരുത്തേണ്ടത്? മാറി മാറി വോട്ട് ചെയ്താൽ അത് നടക്കില്ല. മാറ്റത്തിന്റെ വോട്ട് ചെയ്യണം. ഒരാളില്ലെങ്കിൽ അടുത്തയാൾ, ആ ആളില്ലെങ്കിൽ പിന്നെ പഴയ ആൾ, അങ്ങനെയല്ല. അതിനടുത്തയാൾ എന്ത്, ആര്, എവിടെ നിന്ന്, എങ്ങനെ എന്ന് നിങ്ങൾ അന്വേഷിക്കേണ്ട ഘട്ടമാണിത്. കഴിഞ്ഞ 25 വർഷത്തെ തൃശ്ശൂരിന്റെ തെരഞ്ഞെടുപ്പിൽ പറ്റിയ അപാകതകൾ സമ്മതിദായകർ വിലയിരുത്തണം. ഇനി 5 വർഷം അങ്ങനെ തസ്കരന്മാർക്കും വിഘടനവാദികൾക്കും അവിടെ പോയി പേപ്പറെല്ലാം വലിച്ചു കീറി സ്പീക്കറുടെയും ചെയർമാന്റെയും നെഞ്ചത്തെറിയുന്നവന്മാരെ അയക്കില്ല എന്ന് നിങ്ങൾ നിശ്ചയിച്ചാൽ താമര ചിഹ്നത്തിൽ മാത്രമേ നിങ്ങൾ വോട്ട് ചെയ്യാൻ സാധിക്കൂ. അതിനല്ല ഇവിടെ നിന്ന് പറഞ്ഞയക്കുന്നത്. അവിടെ പോയി റോഡിലെ ബസ് സ്റ്റോപ്പുകളുടെയും റോഡ് ഇതിലെയൊക്കെ വഴിതിരിച്ചു വിടണം എന്ന് വാദിക്കുന്നവരെ അല്ല ഇവിടെ നിന്ന് അയക്കേണ്ടത്. ദേശീയ വികസനത്തിന്റെ പാതയിൽ അത് അടിസ്ഥാന സൗകര്യ വികസനം മാത്രമല്ല, വിദേശ നിക്ഷേപങ്ങൾ എത്രയാണ് ഇന്ത്യയിൽ വന്നത്, എത്ര ശതമാനമാണ് വളർച്ചാ നിരക്ക് കാണിക്കുന്നതെന്ന് നിങ്ങൾ അന്വേഷിക്കണം. അതിന്റെ എത്ര പങ്ക് കേരളത്തിലേക്ക് വന്നു എന്നുള്ളതും അന്വേഷിക്കണം. ആന്തൂർ സാജനും അഞ്ചലിലെ ഒരു വർക്ക്ഷോപ്പ് ഉടമയുമൊക്കെ ആത്മഹത്യ ചെയ്തതിൻ്റെ തൊഴിൽ സൗഹൃദം ഇല്ലാത്ത സംസ്ഥാനം, വ്യവസായ സൗഹൃദ അന്തരീക്ഷമില്ലാത്ത സംസ്ഥാനം ആയി തീർന്നാൽ ഒരിക്കലും ആ വിദേശ നിക്ഷേപം കേരളത്തിലേക്ക് വരില്ല. കേരളത്തിൽ ഉള്ളവരെല്ലാം ഇവിടെ നിന്ന് വിട്ടുപോകുന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ ഓരോ കുടുംബത്തിൻ്റെയും നാശത്തിലേക്കാണ് ഇനി വളർന്നു വരാൻ പോകുന്നതെങ്കിൽ നമ്മൾ ആദ്യം ഉപേക്ഷിക്കേണ്ടത്, ആദ്യം തിരോധാനം ചെയ്യേണ്ടത് ആ സമ്പ്രദായം ഇവിടെ വളർത്തുന്ന സൗഹൃദ അന്തരീക്ഷം തിരിച്ച് നമ്മുടെ സംസ്ഥാനത്ത് കൊണ്ടുവരാൻ പാകത്തിൽ ഭരണത്തെ തിരഞ്ഞെടുക്കേണ്ടത് ഒരു പൗരന്റെ ഉത്തമമായ നിർവഹണമായിരിക്കണം.